ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്കി വന്ന നെയ്ച്ചോറ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാൻ പോണത്. ഇതിനായിട്ട് നമുക്ക് നെയ്ച്ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാ ചോറ് നമുക്ക് വീട്ടിൽ ബാലൻസ് ഒക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്, കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഒരു ബൗൾ നിറയെ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ഒരു ബൗളുണ്ടല്ലോ, അതിലൊരു ബൗൾ നിറയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള നമ്മളെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഈ നെയ്ച്ചോറൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ വെള്ളം നനവൊന്നും വേണ്ട, ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് നെയ്ച്ചോറ് ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് കംപ്ലീറ്റും ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. അങ്ങനത്തെ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരഞ്ഞിട്ടുള്ള ചെറിയ വറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ ഈ ഒരു ചോറ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ ചെറിയ ജാറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറും ചോറൊക്കെ ഒരുപാട് ബാലൻസ് ഒക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ നെയ്ച്ചോറൊക്കെ കുറച്ചൊക്കെ ബാലൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, കഴിക്കാൻ പറ്റുന്ന മാക്സിമം കഴിക്കും. അല്ലാതെ അതിനും കൂടുതൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറച്ചൊക്കെ ബാലൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടിയാണ് ഇട്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഞാൻ ചെറിയ 2 സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോള കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കാം കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാ മുളക് പൊടിയാണ് കേട്ടോ, നമ്മൾ കാശ്മീരി ഒന്നല്ല, സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഈ ചോറിൽ നമ്മൾ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഞരടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ സവോളയിൽ നിന്നൊക്കെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുമല്ലോ, അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മളൊന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മാവിന് ഒരു പിടുത്തം കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ മൈദപ്പൊടി ആയാലും കുഴപ്പമില്ല, ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ പൊടി ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക, നോക്കി ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. കുറേശ്ശെ നോക്കി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മാവ് ദേ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, ഇതുപോലെ കുറച്ച് തിക്കായിട്ടിരിക്കുക, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി വെക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി തുറന്നിട്ട് നമ്മൾ സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ടേസ്റ്റും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി ഉരുട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമലി നമ്മളൊരു വടയുടെയൊക്കെ വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ നമുക്ക് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വടയുടെ ഷേപ്പ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ചെറിയ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ കുറേശ്ശെ എടുത്ത് പിച്ചി എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ മാവ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് നമ്മളെ വട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വടയുടെ ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം, വടയുടെയോ ബജിയുടെയോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ വടയുടെ ഷേപ്പിലാക്കുമ്പോൾ ഞാൻ ഓരോന്നിട്ടിട്ടാണ് ഫ്രൈ ചെയ്യണത്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പെട്ടെന്ന് കുക്കാവില്ല. നമ്മൾ ബജ്ജി പോലെ ചെറിയ ബജ്ജി പോലെയൊക്കെ ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം, പെട്ടെന്ന് കുക്കാവും. പക്ഷേ ഇങ്ങനെ വടയുടെ ഷേപ്പ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിടാൻ നോക്കരുത്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കടലമാവൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ചോറൊക്കെ വെച്ച് തയ്യാറാക്കി നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അതേ നമ്മുടെ വട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കളറായി പെട്ടെന്ന് എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കണ്ട, ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നെയ്ച്ചോറുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പ്രത്യേക സ്മെല്ലാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഒന്ന് ഷേപ്പ് ആക്കുമ്പോൾ കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈമിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടാമത്തതും ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നെയ്ച്ചോറും ചോറൊക്കെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കേണ്ട, വേഗം തന്നെ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറ് കൊണ്ട് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് 4 മണിക്ക് കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അങ്ങനത്തെ നമ്മൾ കംപ്ലീറ്റും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത ഈ ഒരു അളവിൽ എനിക്കൊരു 8 എണ്ണം തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 8 വട നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നല്ലപോലെ മുരിഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചൊന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ഉള്ളിവടയൊക്കെ പോലെയാണ് കാണുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. നെയ്ച്ചോറുകൊണ്ട് തയ്യാറാക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിത് ഏത് കടയിൽ നമുക്ക് പൈസ കൊടുത്താലും ഇതുപോലൊരു വട നമുക്ക് കിട്ടില്ല കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരും ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്